മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും MSFന്റെയും സമാദരണീയരായ നേതാക്കന്മാർ, ഈ തളിപ്പറമ്പിന്റെ മണ്ണ് നെഞ്ചൊടിപ്പോടെ കാത്തുനിൽക്കുന്ന അഭിവന്ദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കേരള യാത്ര ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒരു ജാഥയുടെ ആരവം നടക്കുമ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടക്കുന്ന ഒരു ജാഥ തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് വിശ്വസിക്കാൻ ന്യായമുള്ള സാധ്യതയുള്ള ഒരു സന്ദർഭം. ആ സന്ദർഭം കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ സംഘടനകളും ജാഥയുമായി ഇറങ്ങിത്തിരിച്ച ഒരു സവിശേഷ പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിലാണ് പാർട്ടിയുടെ ദേശീയ ട്രഷററും കേരളത്തിന്റെ ഭരണകൂടത്തിന്റെ താക്കോൽ സ്ഥാനത്തെ സെക്കൻഡ് റാങ്ക് പദവിയിലിരിക്കുന്ന അഭിവന്ദനായ മുസ്ലിം ലീഗിന്റെ നേതാവ് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ജാഥയുമായി ഞങ്ങൾ കടന്നു വരുന്നത്. രാഷ്ട്രീയത്തിന്റെ പതിവ് ശീലങ്ങൾക്ക് ഭിന്നമാണ് ഞങ്ങളുടെ ഈ ജാഥയെന്ന് ഉറക്കെ ഉറക്കെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ദിവസം 26 ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അതിപ്രധാനമായി അടയാളപ്പെട്ട് കിടക്കുന്ന ഒരു തീയതിയിലാണ് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ ഈ ജാഥ ഈ പ്രദേശത്തേക്ക് കടന്നു വരാനിരിക്കുന്നത്. എന്താണ് ഈ ജാഥയുടെ സന്ദേശം എന്ന് ചോദിച്ചാൽ, എന്റെ മുമ്പിലിരിക്കുന്ന പാർട്ടി പ്രവർത്തകരോടല്ല ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. മുസ്ലിം ലീഗിന്റെ ഈ ജാഥയിൽ ആവേശത്തോടെ അകമ്പടി സേവിക്കുന്ന ലീഗ് പ്രവർത്തകരോടല്ല ഞങ്ങൾ സംവദിക്കുന്നത്. 3.5 കോടി മലയാളിയുടെ മനസ്സിലോട് മനസ്സാക്ഷിയോട് മന്ത്രിക്കാനാണ് അത്യുത്തര കേരളത്തിന്റെ കാസർകോട്ട് നിന്ന് അനന്തപുരിയിലേക്ക് ഹരിതരാഷ്ട്രീയത്തിന്റെ പ്രവർത്തകർ, സഹകാരികൾ ഇങ്ങനെ ഒരു പ്രയാണം നടത്തുന്നത്. ഈ രാജ്യം നേരിടുന്ന ആശങ്ക, ഇന്നത്തെ സായന്തനം ഈ രാജ്യത്തിന്റെ പട്ടാളം, ഇന്ത്യയുടെ കരസേന, ഇന്ത്യയുടെ നാവികസേന, ഇന്ത്യയുടെ വ്യോമസേന, ഇന്ത്യയുടെ അതിർത്തിയിൽ രാജ്യത്തിന്റെ തലസ്ഥാന പട്ടണത്തിൽ ബോട്ട് നിലത്തമർത്തി ചവിട്ടി സല്യൂട്ടടിക്കുന്ന അതിമനോഹരമായ ഒരു ദിവസം. ആ സല്യൂട്ടടിക്കുന്നത് ആരെയാണ്? എന്താണ് നിങ്ങളുടെ ജാഥ? കുഞ്ഞാലിക്കുട്ടിക്ക് എന്തു പറയാനാണ്? മുസ്ലിം ലീഗിന്റെ നേതാക്കളെ നിങ്ങൾക്ക് എന്തു പറയാനാണ് എന്ന ചോദ്യത്തിന് ഞങ്ങൾ ഒറ്റ ഉത്തരമാണ്. ഇന്നത്തെ സായന്തനത്തിൽ, ഇന്ന് സൂര്യൻ ഉദിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പേ ഈ രാജ്യത്തിന്റെ സുരക്ഷയെ ഏറ്റെടുത്ത് ഇന്ത്യ രാജ്യത്തിന്റെ പട്ടാളം നിലത്തമർത്തി ബൂട്ട് അമർത്തി ചവിട്ടി സല്യൂട്ടടിക്കുമ്പോ അവരുടെ നെഞ്ചിൽ നിന്ന് ഉയർന്നിരുന്ന സന്ദേശമുണ്ടല്ലോ, ആ സന്ദേശമാണ് മുസ്ലിം ലീഗ് ഈ ജാഥയിൽ ഉയർത്തിപ്പിടിക്കുന്നത്. സമത്വം. സമത്വം എന്ന പദം ലീഗ് പാർട്ടിയിലെ ഭരണഘടനയുടെ പദമല്ല. സമത്വം എന്ന പദം മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ ഇമോഷണൽ ടെർമിനോളജിയല്ല. അത് ഈ രാജ്യത്തിന്റെ വൈകാരിക പദമാണ്. ആ വൈകാരിക പദം ഏതെങ്കിലും ഒരു സാഹിത്യകാരന്റെ കവിതയിൽ ഉദ്ധരിച്ചതല്ല. ഈ രാജ്യത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസംഗകൻ അദ്ദേഹത്തിന്റെ പ്രതീക്ഷിതമായി പറഞ്ഞതല്ല. ഈ രാജ്യത്തിന്റെ ഭരണഘടന ബോധപൂർവം കോയിൻ ചെയ്തെടുത്ത പദങ്ങളിൽ പ്രയോറിറ്റൈസ് ചെയ്താൽ ഒന്നാമത്തെ പദം ഇക്വാലിറ്റി. ഇക്വാലിറ്റി. മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിന്റെ 5 മന്ത്രിമാരുടെ അലങ്കാരത്തോടുകൂടി കേരളം ഭരിക്കുമ്പോ നേട്ടങ്ങളുടെ പട്ടികവുമായി മലയാളത്തിന്റെ മണ്ണിനെ ലോകരാഷ്ട്രത്തിന്റെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ കൊച്ചി പട്ടണം മത്സരിക്കുന്നത് കൽക്കത്തയോടല്ല. കൊച്ചി പട്ടണം മത്സരിക്കുന്നത് ഇന്ത്യയുടെ മെട്രോപൊളിറ്റൻ പട്ടണങ്ങളോടല്ല. ഇന്ത്യ രാജ്യത്തിലെ പട്ടണങ്ങൾക്കപ്പുറം ലോകത്തിലെ മെട്രോപൊളിറ്റൻ പട്ടണങ്ങളോട് മത്സരിക്കാൻ കോമ്പിറ്റൻസി, മത്സരക്ഷമതയുണ്ടാക്കി കൊടുക്കാൻ കേരളത്തിന്റെ മണ്ണിന്, കേരളത്തിന്റെ മനുഷ്യ
വിഭവശേഷിക്ക് കേരളം എന്ന ദൈവത്തിന്റെ ഈ സ്വന്തം നാടിനെ പാകപ്പെടുത്തിയ അധികാര ഭരണകൂടത്തെ നിർവചിക്കുന്ന അതിന്റെ ദിശ നിർണ്ണയിക്കുന്ന രണ്ടാമത്തെ സുപ്രധാനമായ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കൊച്ചി പട്ടണത്തിൽ ഇന്നലെ മനോഹരമായി നമ്മുടെ ആ ചിത്രം കണ്ടില്ലേ? മെട്രോ റെയിൽ ചൂളം വിളിക്കാൻ പോകുന്ന സന്ദർഭമാണ്. ഞങ്ങൾ ആത്മാർത്ഥമായി പറയട്ടെ, ഇന്ത്യയുടെ പട്ടാളക്കാരൻ 56 ഇഞ്ചുള്ള നരേന്ദ്രമോദിയുടെ നെഞ്ചിന് നേരെയല്ല അവർ സല്യൂട്ട് അടിക്കുന്നത്, ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് നേരെയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടനയിലെ പദാവലിയാണ് ഇക്വാലിറ്റി. ഈ രാജ്യത്തിന്റെ പ്രീആംബിൾ, ഭരണഘടനയിലെ ആമുഖമായ വാചനം ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരല്ല, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ പതിവ് ജാഥകളെ കാണുകയും അതിനെ വീക്ഷിക്കുകയും ചെയ്ത പൊതുജനങ്ങളെ, നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ കണ്ണും കാതും ഞങ്ങൾക്കൊന്ന് തുറന്നു തന്നാൽ ഞങ്ങൾക്ക് കരൾ പറിച്ചു പറയാനുള്ള സന്ദേശം മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ ഈ അലങ്കാരങ്ങളെ കുറിച്ചല്ല, ഈ രാജ്യത്തിന്റെ പൈതൃകത്തെക്കുറിച്ചാണ്. ഇന്ത്യ രാജ്യം ഇന്നത്തെ ദിവസം റിപ്പബ്ലിക് ആഘോഷിക്കുമ്പോൾ ആ റിപ്പബ്ലിക്കിന്റെ ഏറ്റവും സുപ്രധാനമായ പശ്ചാത്തലം എന്ന് പറയുന്നത് എഴുതപ്പെട്ട ഒരു ഭരണഘടന ഈ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട ദിവസമാണ് ഇന്ന്. ആ ഭരണഘടനയിലെ ഏറ്റവും സുപ്രധാനമായ പദമാണ് ഇക്വാലിറ്റി. ഇക്വാലിറ്റി ഓഫ് ജസ്റ്റിസ്, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരത്തിന്റെ സമത്വം, നീതിയുടെ സമത്വം, ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന്റെ മുമ്പിലുള്ള സമത്വം, ഇക്വാലിറ്റി ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്. ജനിച്ചു വീഴുന്ന പ്രദേശത്തിനപ്പുറം, ജനിച്ചു വീഴുന്ന ജാതിക്കപ്പുറം, ജനിച്ചു വീഴുന്ന സമുദായത്തിനപ്പുറം ഈ രാജ്യം ഇതാ നിങ്ങൾക്ക് സമത്വം ഉറപ്പു തരുന്നു എന്ന് പറയുമ്പോ അത് നിഷേധിക്കപ്പെടുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് ഈ രാജ്യത്തിന്റെ തെരുവോരത്ത് വേട്ടപ്പട്ടിയെപ്പോലെ വേട്ടയാടപ്പെട്ട് തെരുവുകളിൽ കുമിഞ്ഞുകൂടിയ മുസ്ലിം സമുദായത്തിന്റെ കബന്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചല്ല. ജാഥ തുടങ്ങുമ്പോ ഈ രാജ്യത്തിലെ സമത്വം നിഷേധിക്കപ്പെടുന്നു എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് മുഹമ്മദ് അഖ്ലാഖിന്റെ അടിച്ചു തകർത്തപ്പെട്ട ശിരച്ഛേദം ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ മൃതദേഹം ചൂണ്ടിക്കാണിച്ചിട്ടല്ല. ഈ രാജ്യത്തിന്റെ തെരുവോരത്ത് കലാപത്തിന്റെ ഇരകളാക്കപ്പെടുന്ന ചേരികളിൽ പ്രദർശിക്കുന്ന പാപം മനുഷ്യരെ ചൂണ്ടിയിട്ടല്ല. ഈ രാജ്യത്ത് സമത്വം നിഷേധിക്കപ്പെടുന്നു. രാജ്യത്തിലെ നരേന്ദ്രമോദി അങ്ങ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വം ഞങ്ങൾക്കിതാ നിഷേധിക്കപ്പെടുന്നു എന്ന് 14 ജില്ലകളിൽ പര്യടനം നടത്തുന്ന ഈ ജാഥയുടെ സുപ്രധാനമായ ഈ സന്ദർഭം, ചരിത്രം ഡോക്യുമെന്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഈ സന്ദർഭം, ആ സന്ദർഭത്തിൽ ഞങ്ങൾ പറയട്ടെ, ആരെ ചൂണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്? ഹൈദരാബാദിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഹൈദരാബാദിലെ കേന്ദ്ര സർവകലാശാല, അവിടുത്തെ ഗവേഷണ വിദ്യാർത്ഥി രോഹിത് വെമുല എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ലീഗുകാരനല്ല കേട്ടോ, MSFകാരനല്ല കേട്ടോ, മുസ്ലിം യൂത്ത് ലീഗുകാരനല്ല കേട്ടോ, ഈ സമുദായത്തിന്റെ സന്തതിയല്ല കേട്ടോ. ഇന്ത്യ രാജ്യത്തിലെ ദളിതനായ അമ്മയുടെ ഗർഭപാത്രത്തിൽ പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അങ്ങാടിയിൽ കലാപം ചെയ്തതിന്റെ പേരിലല്ല. ഈ രാജ്യത്തിലെ അഭിമാനമായ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഈ രാജ്യത്തിന്റെ കേന്ദ്ര സർവകലാശാല, ആ കേന്ദ്ര സർവകലാശാലയുടെ ഗവേഷണപ്പുരയിലിരുന്ന് ഗവേഷണം നടത്തിയ ഒരു വിദ്യാർത്ഥി രാവിലെ എഴുന്നേറ്റ് നിൽക്കുമ്പോ ആത്മഹത്യാ കുറിപ്പെഴുതി വെച്ച് ഇന്ത്യയിലെ 125 കോടി ഇന്ത്യക്കാരോട് മനസ്താപം നടത്തി ഞാനിതാ പോവുകയാണ് നിഴലിൽ നിന്ന് നക്ഷത്രത്തിലേക്ക്, നിഴലിൽ നിന്ന് നക്ഷത്രത്തിലേക്ക് ഞാനിതാ പോവുകയാണ് എന്നൊരു ചെറുപ്പക്കാരൻ പറയുമ്പോ ആത്മഹത്യ കൊണ്ട് ഇന്ത്യയുടെ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയത്തിനെതിരെ രക്തസാക്ഷിത്വത്തിന്റെ പഥം കൊണ്ട് ഈ രാജ്യത്തിലെ ഫാസിസ്റ്റുകളോട് കലഹിക്കുമ്പോ മുസ്ലിം ലീഗിന്റെ ഈ കേരള യാത്ര രോഹിത് വെമുല എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ആത്മഹത്യാ കുറിപ്പിനെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ്. ഈ ജാഥയിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് മുസ്ലിം ലീഗിന് വേണ്ടിയുള്ള വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വോട്ടർ പട്ടികയല്ല കേട്ടോ. കേന്ദ്ര സർവകലാശാലയിലെ ഹൈദരാബാദ് സർവകലാശാലയിലെ ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യാ കുറിപ്പ് എഴുതിക്കൊടുത്ത് രക്തസാക്ഷിത്വം വരിച്ച രോഹിത് വെമുലയുടെ ആത്മഹത്യാ കുറിപ്പ് 3.5 കോടി മലയാളിയുടെ മനസ്സാക്ഷിക്ക് മുമ്പിൽ ചർച്ചക്ക് വെക്കാനാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കേരള യാത്ര. നമ്മുടെ പൈതൃകത്തെ നമുക്ക് തിരിച്ചു പിടിക്കണം. ഏതാണ് ഇന്ത്യ? ശ്രീരാമന്റെ പേരിൽ രാംബാഗ് എന്ന ഉദ്യാനത്തെ ദാനമായി നൽകിയ ബാബറിന്റെ ഇന്ത്യ. ആ ഇന്ത്യയെ നമുക്ക് തിരിച്ചു പിടിക്കണം. ഇന്ത്യ രാജ്യത്തിന്റെ ഉപനിഷത്തുകളെ പേർഷ്യൻ ഭാഷയിലേക്ക് പരാവർത്തനം നടത്താൻ വേണ്ടി ധാരാഷുക്കോവ് എന്ന് പറയുന്ന തന്റെ മന്ത്രിയെ ചുമതലപ്പെടുത്തിയ അക്ബറിന്റെ മുഗൾ രാജവംശത്തിന്റെ ഇന്ത്യയെ നമുക്ക് തിരിച്ചു പിടിക്കണം. അങ്ങനെ ഒരു സൗഹൃദത്തെക്കുറിച്ച് ഞങ്ങൾ ഈ ജാഥയിൽ ചർച്ചക്ക് വെക്കുകയാണ്. ദശരഥ രാജാവിന്റെ പുത്രനായി ശ്രീരാമൻ അധികാരം കൊതിച്ച് കാട്ടിലേക്ക് പോയ ഒരു രാമനുണ്ടല്ലോ. ആ രാമനെ അറിയുമോ ബിജെപിക്കാര? കുമ്മനം രാജശേഖര എന്നാണ്. അധികാര രാഷ്ട്രീയത്തിന്റെ അലങ്കാരങ്ങളിലേക്ക് നടന്നു പോകാൻ വേണ്ടി ഹൈന്ദവ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിൽ നിന്ന് മുസ്ലിം കച്ചവടക്കാരൻ ഒഴിഞ്ഞു പോകണമെന്ന് വിഷലിപ്തമായ പ്രസ്താവന നടത്തുന്ന കുമ്മനം രാജശേഖര
നിങ്ങൾ അറിയുമോ? ശ്രീരാമൻ ദശരഥ രാജാവിന്റെ അധികാരത്തിന്റെ സൗഭാഗ്യങ്ങളെ വിട്ടിറങ്ങി കാട്ടിലേക്ക് പോയ ഒരു ശ്രീരാമനെ മുസ്ലിം ലീഗിന്റെ കേരള യാത്രയുടെ സൗഹൃദത്തിന്റെ പാഠങ്ങളും പാരസ്പര്യത്തിന്റെ പൈതൃകങ്ങളെയും കുറിച്ചു വിളിക്കാൻ ഞങ്ങൾ നടത്തുന്ന ഈ സൗഹൃദം എന്ന പദം കൊണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദര ഞങ്ങൾ കോയിൻ ചെയ്തെടുത്തതല്ല കേട്ടോ. ഇന്നത്തെ പ്രഭാതത്തിൽ, ഇന്നത്തെ സായന്തനത്തിൽ ഇന്ത്യയുടെ പട്ടാളക്കാരൻ കയ്യിൽ പിടിച്ച ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയുമായി ഇങ്ങനെ കടന്നു പോകുമ്പോ, പട്ടാള ബൂട്ട്സിന്റെ അകമ്പടിയോടെ ഈ രാജ്യം കടന്നു പോകുമ്പോ, 125 കോടി ഇന്ത്യക്കാരന്റെ ഭാഗതയും നിർണ്ണയിക്കുമ്പോ അവരുടെ കയ്യിൽ പിടിച്ച ഒരു പതാകയുണ്ടല്ലോ, ആ പതാകയിലെ 3 വർണ്ണങ്ങളുണ്ടല്ലോ. ഏതാണ് 3 വർണ്ണം? പീതവർണ്ണമാണ്, മറ്റേ വർണ്ണം ഹരിതവർണ്ണമാണ്, ശുഭ്രവർണ്ണമാണ്. ഈ 3 വർണ്ണം കേവലം നിറങ്ങളല്ല, അതൊരു സംസ്കാരമാണ്, അതൊരു സമന്വയമാണ്. ആ സമന്വയമാണ് മുസ്ലിം ലീഗിന്റെ കേരള യാത്രയുടെ ബാനറിൽ ഞങ്ങൾ എഴുതിവെച്ച മറ്റൊരു മുദ്രാവാക്യം. സമന്വയത്തിന്റെ ഇന്ത്യ. ആ ഇന്ത്യയെ നമുക്ക് തിരിച്ചു പിടിക്കണം. പീതവർണ്ണത്തിന്റെ ഇന്ത്യ, ശുഭ്രവർണ്ണത്തിന്റെ ഇന്ത്യ, ഹരിതവർണ്ണത്തിന്റെ ഇന്ത്യ. പ്രിയപ്പെട്ട നരേന്ദ്രമോദി, രാജ്യത്തിന്റെ ദേശീയ പതാകയിൽ നിന്ന് ഹരിതവർണ്ണത്തെ വെട്ടിമാറ്റരുത് എന്ന് ഈ രാജ്യത്തിന്റെ മനസ്സാക്ഷിയുടെ നെഞ്ചിൽ കൈചേർത്ത് പറയാനാണ് മുസ്ലിം ലീഗിന്റെ കേരള യാത്ര. ഇത് 3ഉം വേറിട്ട് നിൽക്കേണ്ടതല്ല. ഒരേ പതാകയിലെ നിറങ്ങളാകണം, ഒരേ പതാകയിലെ വർണ്ണങ്ങളാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സമന്വയത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. സൗഹൃദത്തിന്റെ അശോക ചിത്രമുണ്ടല്ലോ. ഏതാണ് അശോക ചിത്രം? കലിംഗ യുദ്ധത്തിന്റെ യുദ്ധഭൂമിയിൽ ശിരച്ഛേദം ചെയ്യപ്പെട്ട മനുഷ്യരെ കണ്ടപ്പോ, ഈ ശിരച്ഛേദം ചെയ്യപ്പെട്ട സാമ്രാജ്യത്തിന്റെ തലവനാകാൻ ഞാനില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു അശോകനുണ്ട് ഇന്ത്യക്ക്. ആ അശോകനെയാണ് ഇന്ത്യയുടെ ചരിത്രം ഗ്രേറ്റ് അശോക, ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞത്. മഹാനായ അശോകൻ. റിപ്പബ്ലിക് ദിനത്തിന്റെ ഈ സായന്തനത്തിൽ തളിപ്പറമ്പിന്റെ മണ്ണിലേക്ക് ജാഥാനായകൻ കടന്നു വരാൻ പോകുന്ന അതിപ്രധാനമായ ഈ നിമിഷം ഞങ്ങൾ ഈ സൗഹൃദത്തെ, ഞങ്ങൾ ഈ സമന്വയത്തെ രാജ്യത്തിന്റെ ദേശീയ പ്രതീകങ്ങൾ വെച്ച് വിശദീകരിക്കാനും വിവരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു ഇന്ത്യ. ഏതാണ് ഇന്ത്യയുടെ സ്മാരകം എന്ന് പറയുന്നത്? ബിജെപിക്കാര ഇന്ത്യയിലേക്ക്, ഈ മണ്ണിലേക്ക്, ലോകത്തിന്റെ ഭൂപടത്തിലെ വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന്, അട്ടദിക്കുകളിൽ നിന്ന് ഇന്ത്യയുടെ മണ്ണിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന പ്രതീകം ഏതാണ്? പ്രണയത്തിന്റെ സ്മാരകമാണ്, അനശ്വര സ്നേഹത്തിന്റെ സ്മാരകമാണ്. താജ്മഹൽ എന്ന് പറയുന്ന പ്രണയത്തിന്റെ സ്മാരകമാണ് ഇന്ത്യയുടെ പ്രതീകം. അതാണ് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയുടെ മുഖം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു സമന്വയത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു ഇന്ത്യയുണ്ട്. ആ ഇന്ത്യയെ നമുക്ക് തിരിച്ചു വിളിക്കണം. ടിപ്പു സുൽത്താൻ പൂർണ്ണയ എന്ന് പറയുന്ന ഹൈന്ദവനായ മനുഷ്യനെ കയ്യിൽ ചേർത്ത് നടന്ന ഒരു ടിപ്പുവിന്റെ ഇന്ത്യയുണ്ട്. ആ ഇന്ത്യയുടെ സമന്വയമുണ്ട്, സൗഹൃദമുണ്ട്. ആ സൗഹൃദത്തിലേക്ക് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ തിരിച്ചു വിളിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ മണ്ണിൽ കുമ്മനം രാജശേഖരന്മാർ ഈ തെരുവിൽ ഇറങ്ങി കടന്നുപോയതിന്റെ പിന്നാലെയാണ് PK കുഞ്ഞാലിക്കുട്ടി ഈ മുദ്രാവാക്യം മുഴക്കി കടന്നു വരുന്നത്. മലയാളത്തിന്റെ മണ്ണിന് അപൂർവമല്ലല്ലോ ഈ സംസ്കാരം. കേരളത്തിന്റെ ഒരു പൈതൃകത്തെ തിരിച്ചു വിളിക്കാനാണ് ഞങ്ങൾ ഈ ജാഥ നടത്തുന്നത്. പുഞ്ചിരിക്കുന്ന കേരളം, സൗഹൃദത്തിന്റെ കേരളം, സമവായത്തിന്റെ കേരളം, പാരസ്പര്യത്തിന്റെ കേരളം. ആ കേരളമാണ് ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് സിരകളിൽ. എനിക്കിവിടെ സംസാരിക്കാൻ കൽപ്പിക്കപ്പെട്ട വളരെ നിർണായകമായ ഈ നിമിഷം ഞങ്ങൾക്ക് എന്തൊക്കെ പറയാം? കണ്ണൂരിന്റെ മണ്ണിൽ ഞങ്ങൾക്ക് എന്തൊക്കെ പറയാം? ഞങ്ങൾക്ക് പറയാൻ വിമാനത്തിന്റെ ടേക്ക് ഓഫിന്റെ ചൂളം വിളി മുടങ്ങാൻ പോകുന്ന കണ്ണൂരിലെ കലാപരാഷ്ട്രീയത്തിന്റെ കനൽ വീണ ഈ മണ്ണിൽ വികസനത്തിന്റെ പൊൻചിറകുകൾ ഈ മണ്ണിന് സമ്മാനിച്ചു കൊടുത്ത ഭരണ നേട്ടങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട്. പക്ഷെ ഞങ്ങൾ അത് വിശദീകരിക്കുന്നില്ല. വിമാനത്തിൽ ആള് കയറണമെങ്കിൽ ഈ കണ്ണൂരിന്റെ മണ്ണിൽ മനുഷ്യനുണ്ടാകണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കണ്ണൂരിൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത റൺവേയിലൂടെ ഈ വിമാനം ഇങ്ങനെ പറക്കണമെങ്കിൽ ഈ മണ്ണിൽ മനുഷ്യനുണ്ടാകണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ മനുഷ്യന് നേരെയാണ് കലാപത്തിന്റെ കത്തി വീഴുന്നത്, മതഭാഷിസത്തിന്റെ കലാപരാഷ്ട്രീയത്തിന്റെ കത്തി വീഴുന്നത്. ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോ ഇന്ത്യയിൽ രോഹിത് വെമുലയെ കൊന്ന RSSകാരൻ, മുഹമ്മദ് അഖ്ലാഖിനെ കൊന്ന RSSകാരൻ തളിപ്പറമ്പിന്റെ മണ്ണിൽ സങ്കടത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട MSFന്റെ 2 പ്രസിഡന്റുമാർ ഈ വേദിയിലുണ്ട്. പ്രിയപ്പെട്ട ഫിറോസ് ഉണ്ട് ഇവിടെ, പ്രിയപ്പെട്ട അഷ്റഫ് ഉണ്ട് ഇവിടെ. സൗഹൃദം എന്ന് പറയുമ്പോ ഹിന്ദു മുസ്ലിം സൗഹൃദത്തെ കുറിച്ച് മാത്രമല്ല ഞങ്ങൾ പറയുന്നത്. അഷ്റഫും പ്രിയപ്പെട്ട ഫിറോസും പ്രിയപ്പെട്ട അഷ്റഫലിയും ഇവിടെ ഇരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട തളിപ്പറമ്പുകാരെ ഒന്ന് നിശബ്ദമായിരുന്നാൽ, എല്ലാ ബഹളങ്ങളും നമ്മളൊന്ന് നിശബ്ദമാക്കിയാൽ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സ്വീകരിക്കാൻ വേണ്ടി MSFന്റെ പ്രവർത്തകരെ നിങ്ങൾ കാണിക്കുന്ന ഈ ആരവമുണ്ടല്ലോ, ആ ആരവത്തിന് ഒന്ന് നിശബ്ദമാകുമോ നിങ്ങൾ ഒരു അർദ്ധനിമിഷം? എങ്കിൽ തളിപ്പറമ്പിന്റെ ഈ മണ്ണിനോടൊന്ന് ചെവി ചേർത്തു നിന്നാൽ ഒരു സങ്കടത്തിന്റെ വിതുമ്പലിനെ കേൾക്കാൻ പറ്റും നമുക്ക്. ഒരു സങ്കടത്തിന്റെ കരച്ചിൽ നമുക്ക് കേൾക്കാൻ പറ്റും.
കൊലക്കത്തിക്ക് മുമ്പിൽ നിസ്സഹായമായി നോക്കി നിന്ന ഒരു ചെറുപ്പക്കാരന്റെ കണ്ണുനീരിനെ ഈ മണ്ണ് കുഴിച്ചെടുത്താൽ ആ ചെറുപ്പക്കാരന്റെ കണ്ണുനീരിന്റെ ജാതകത്തെ ഈ മണ്ണ് രചിച്ചു വെച്ചിട്ടുണ്ട്. ആരാണത്? ഈ ജാഥയിൽ ഉണ്ടാകേണ്ടുന്ന ചെറുപ്പക്കാരൻ. പ്രിയപ്പെട്ട പടനായകൻ കടന്നു വരുമ്പോ പുഷ്പാലങ്കൃതമായ മാലയുമായി ഈ സ്റ്റേജിന്റെ പരിസരത്തിലൂടെ ഓടി നടക്കേണ്ടുന്ന ഒരു ചെറുപ്പക്കാരൻ, കരച്ചണിഞ്ഞ സന്തോഷത്തോടെ ഈ പരിസരങ്ങളിൽ പതിയിരിക്കേണ്ട ഒരു ചെറുപ്പക്കാരൻ ഇവിടെയില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷുക്കൂർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞനുജൻ, തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിന്റെ MSFന്റെ ട്രഷററായി 24 മണിക്കൂർ പോലും ഈ മണ്ണിലൂടെ ആഘോഷപൂർവ്വം നടക്കാൻ ആ ചെറുപ്പക്കാരനെ നിങ്ങൾ അനുവദിച്ചില്ല. ഞങ്ങളൊന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും ദാറ ഖൗമുൽ മുഅ്മിനീൻ എന്നാൽ ഒന്ന് ആർത്തു പറഞ്ഞാൽ ഈ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിന്റെ തൊട്ടപ്പുറത്ത് അരിയിലെ ഗ്രാമത്തിലെ മൈലാഞ്ചി ചെടിക്ക് താഴെ കിടന്നുറങ്ങുന്ന ഖബർസ്ഥാന്റെ മീസാൻ കല്ലുകൾ